നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം പൊളിച്ചടുക്കി എൻട്രിക്ക് പാഗ്ഡസ് പ്രിൻസസിലിട്ട് PSG തീർത്തു. അവൻ്റെ ഗോളും അവൻ്റെ അസിസ്റ്റും. PSG ഇതാ ഒളിമ്പിക് ലിയോണിനോട് പൊട്ടിയിരിക്കുന്നു. 2-1 വിജയം ഒളിമ്പിക് ലിയോൺ നേടുമ്പോൾ എൻട്രിക്കിനെ കൂടാതെ മൊറീറയാണ് അവർക്കായിട്ട് ഗോൾ കണ്ടെത്തിയത്. അവസാന ഘട്ടത്തിൽ കിച്ച കഴസ്കേലിയ ഒരാശ്വാസ ഗോൾ PSG നേടിയെങ്കിലും അത് മതിയാവുമായിരുന്നില്ല. മത്സരത്തിൽ ഒരു ഗോള് എന്ന് പറയുമ്പോൾ അതൊരു കിടിലൻ ഷോട്ടായിരുന്നു. എഫേർട്ട്ലെസ്ലി പവർഫുൾ ഷോട്ട് ഉതിർത്ത എൻട്രിക്ക്. പിന്നെ അവൻ്റെ അസിസ്റ്റിൽ നിന്ന് മൊറീറയുടെ ഗോള്. ഈ കളിയിൽ PSG മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ബർക്കോളയും റാമോസും ഡിസേഡുവും വിറ്റീഞ്ഞയും വെറാൾഡോയും മയൂലുവും ഒക്കെ ഉണ്ടായിരുന്നു. മറുഭാഗത്ത് എൻട്രിക്കും മൊറീറയും ചേർന്നുകൊണ്ടാണ് ഒളിമ്പിക് ലിയോണിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ 6ാമത്തെ മിനിറ്റിൽ തന്നെ എൻട്രിക്കിൻ്റെ സ്റ്റണ്ണിങ് ഷോട്ട് PSG വലയിലേക്ക് ഇടിച്ചു കയറി. 18ാമത്തെ മിനിറ്റിൽ അവൻ്റെ അസിസ്റ്റിൽ നിന്ന് മൊറീറയുടെ ഗോള് കൂടി വന്നപ്പോൾ 2-0 ലീഡായി. PSG ശ്രമിച്ചു, തലങ്ങും വിലങ്ങും മുന്നേറ്റങ്ങൾ ഉണ്ടാക്കി നോക്കി. പക്ഷേ ഇടവേള സമയത്തിനുള്ളിൽ അവർക്ക് ഗോളടിക്കാൻ പറ്റിയില്ല. രണ്ടാം പകുതിയിലും PSG ശ്രമങ്ങൾ തുടർന്നു എന്നുള്ളത് നേരാണ്. പക്ഷേ പന്ത് വലയിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിയാതെ പോയതോടുകൂടി ലിയോൺ വിജയം ഉറപ്പാക്കി. എന്നാൽ അവസാന ഘട്ടത്തിൽ കിച്ച കഴസ്കേലിയിലൂടെ ഒരു ഗോൾ PSG മടക്കി നോക്കി. അതുകൊണ്ടൊന്നും ആവുമായിരുന്നില്ല കളി തിരികെ പിടിക്കാൻ. എൻട്രിക്ക് തന്നെയാണ് താരം. ഈ കളിയിലെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരവും അവനാണ്. അവൻ്റെ കളിയുടെ കണക്കെടുത്താൽ ഒരു ഗോളും ഒരു അസിസ്റ്റും, ഒരു ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു, 2 കീ പാസുകൾ കൊടുത്തു, 7 ഡ്യുവൽസിൽ 5 അവൻ വിൻ ചെയ്തു. യെസ്, സൂപ്പർ ഡിസിസീവ് ആയിട്ടുള്ള പെർഫോമൻസ് അവൻ നടത്തിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.